അൽഖാബ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തനാബസൂ ബിൽ അൽഖാബ്. നിങ്ങൾ ആരുടെയും ഇരട്ട പേര് വിളിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തരുതേ. ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടായിരുന്ന ഇരട്ട പേരുകൾ പരസ്യമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പുതിയ പെണ്ണുമായിട്ട് കടന്നു വരുമ്പോ ബസ് റൂട്ടുകൾ നിൽക്കുന്ന സമയത്ത് അവരുടെ ഇരട്ട പേര് വിളിച്ചുകൊണ്ട് അവരെ വശലാക്കല്ലേ. വലാ തനാബസൂ ബിൽ അൽഖാബ്. പരിശുദ്ധമായ ഖുർആൻ പാടെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള, പരിപൂർണമായി ഒഴിവാക്കാൻ പറഞ്ഞ വസ്തുതയാണ്. എന്തേ മുസ്ലിമേ നീ പരിപൂർണമായി ഒഴിവാക്കാതെ മുഅ്മിൻ എന്ന നാമധാരിയായി നിലകൊള്ളുന്നത്? ഇന്ന് ഈ സമുദായം കാണിക്കുന്ന പേക്കൂത്തുകൾ എത്രയാണ്! വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന നവദമ്പതിമാരുടെ കടന്നുകയറ്റമാണ്. അവരുടെ കിടപ്പറ പോലും കടന്നു കയറിയിട്ട് രാത്രി പാതിരാത്രി സമയമായിട്ടും ഒഴിഞ്ഞു കൊടുക്കാതെ അതിനുള്ളിലിരുന്നു കൊണ്ട് കള്ളു കുടിക്കുകയും സ്വറ പറയുകയും കൈകൊട്ടി പാട്ട് പാടിക്കൊണ്ട് പാതിരാത്രി സമയം വരെ കിടപ്പറയിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ടതാകുന്ന നവദമ്പതിമാർക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലേക്ക് ചെറുപ്പക്കാരാഭാസങ്ങളുടെ കൂത്തരങ്ങുകളായി വിവാഹത്തിൻ്റെതാകുന്ന മുഹൂർത്തങ്ങൾ കൊണ്ടുപോയില്ലയോ? കല്യാണത്തിന് വേണ്ടി പുതിയ ആപ്പിളയും പെണ്ണിനെയും കൊണ്ടുപോകാൻ JCB വാടകയ്ക്ക് വിളിച്ചിട്ട് അതിൻ്റെ കയ്യിൽ കൊണ്ടുപോയിരുത്തിയിട്ട് പാവപ്പെട്ടതാകുന്ന നവദമ്പതിമാര് അതിലൂടെതാകുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ആനയിക്കുന്ന ആഭാസകരമാകുന്ന തോന്നിവാസങ്ങൾ ആരാണടാ നിനക്ക് അധികാരം തന്നത്? ഉലമാക്കളാണോ? പണ്ഡിതന്മാരാണോ? ഇരിക്കുന്ന സമുന്നതരായ പണ്ഡിതന്മാരാണോ? മഹല്ലിന്റെ നേതൃത്വമാണോ? എത്ര തോന്നിവാസങ്ങളാണ് വിവാഹത്തിന്റെ പേരിൽ ഈ സമൂഹം കാണിച്ചു കൂട്ടുന്നത്! പച്ചക്കല്യാണം, മഞ്ഞക്കല്യാണം, ചുവപ്പ് കല്യാണം എന്ന് വേണ്ട ലോകത്തിന്റെ ഏതെല്ലാം വർണ്ണങ്ങളുണ്ടോ, നിറങ്ങളുണ്ടോ, അതിന്റെ പേരിലൊക്കെ കല്യാണങ്ങൾ ആഭാസങ്ങളാക്കി ധൂർത്തും ദുർവ്യവുമാക്കി പാശ്ചാത്യരുടെ ബൊഫേ സംസ്കാരം കൊണ്ടുവന്ന് ക്ഷണിക്കപ്പെട്ടതാകുന്ന അതിഥികൾക്ക്, ഉസ്താദുമാർക്ക് പോലും വേണ്ട രീതിയിലുള്ളതാകുന്ന സൽക്കാരം നൽകാതെ ആഭാസങ്ങൾ കാണിക്കുന്ന സമൂഹമേ, ആയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ളത് വാരിവരിച്ച് തിന്നോ എന്ന അർത്ഥത്തിൽ എവിടെയോ കൊണ്ടുപോയി ഭക്ഷണം വെച്ചിട്ട് നിന്നുകൊണ്ട് കഴിക്കുന്ന സംസ്കാരം ആരാണടാ നിനക്ക് വകവെച്ച് നൽകിയത്? പണത്തിന്റെ പളവളപ്പ് നീ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കേണ്ടത് മക്കളുടെ വിവാഹത്തിന് 200-400 പവൻ സ്വർണ്ണ നാണയം കൊടുത്തിട്ടോ ഈ നാട് കണ്ടതാകുന്ന ഏറ്റവും വലിയതാകുന്ന വലിയ ഓഡിറ്റോറിയങ്ങൾ 10 ലക്ഷവും 5 ലക്ഷവും മുടക്കിയിട്ട് മണിക്കൂറുകൾ പറഞ്ഞുകൊണ്ട് മുടക്കിയിട്ട് എന്റെ മകളുടെ കല്യാണം ഇന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തിയത് എന്ന് നാട്ടുകാരോട് ഗരിമ പറയാനല്ല, അതിനുവേണ്ടി ആകരുത്. ഇന്ന് ജനങ്ങൾ അങ്ങനെയാണ്. നിന്റെ മകളുടെ കല്യാണം എവിടെ നടന്നത്? ഇന്ന ഓഡിറ്റോറിയം. ഞാൻ ഓഡിറ്റോറിയങ്ങളുടെ ഒന്നും പേര് പറഞ്ഞതിന് മോശപ്പെടുത്തുന്നില്ല. നിന്റെ മകളുടെ കല്യാണം നടന്നത് ഇന്ന ഓഡിറ്റോറിയം. എത്രയാത്? 5 ലക്ഷം. എത്രയാത്? 10 ലക്ഷം. എന്നാ പിന്നെ എങ്ങനെയെങ്കിലും 10 ലക്ഷം ഒപ്പിച്ചിട്ട് അവിടെ വെച്ച് നടത്തണം. നാട്ടുകാരുടെ മുന്നിൽ പറയണോ എനിക്ക് എൻ്റെ മോടെ കല്യാണം അവിടെ വെച്ച് നടന്നേന്ന്? ആ കഴിച്ചിട്ട് പോയവന്മാർ ഇറങ്ങുമ്പോൾ എന്താ പറയുന്നറിയോ? കറിക്ക് ഉപ്പില്ല, ആളെ ഹയവ ഇത്രയും വലിയ കാശുണ്ടായിട്ട് എരിവുള്ള മട്ടൻ ബിരിയാണി ഒന്നുമില്ല, ചിക്കനെ തന്നിരിക്കുന്നതെന്ന്. ഈ കഴിച്ചിട്ട് പോയ കവുമ്പ് പുറത്തോട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഈ ഡയലോഗാ. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ സേരെ കുത്തിയിരിക്കുകയാണ്. പുറത്തിറങ്ങി നിൽക്കുന്നവരോട് ചോദിക്കണം. അവൻ പല്ല് കുത്തുമ്പോഴും പറയുന്നത് ഇതാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, ഫുഡ് ശരിയായില്ല. അങ്ങനത്തെ കൗമനെയാണ് നിങ്ങൾ ഊട്ടാൻ നിൽക്കുന്നത്. ഈ രീതിയിൽ കൊണ്ടുപോയിട്ട് ഇത്രയേറെ പണം ചെലവഴിച്ചിട്ട് എത്ര മോശമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പണത്തിന്റെ പളവളപ്പ് ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന അധാർമികതയല്ലേ, തെറ്റുകളല്ലേ? ഇതൊക്കെയല്ലേ തെറ്റ് എന്ന് പറയുന്നത്? എത്രയെത്ര തെറ്റുകളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടുവരുന്നത്. ഭക്ഷണത്തിലുള്ള ധൂർത്തുകൾ, ദുർവ്യയങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിൽ ഇൻസാനി കഫൂറാ. നിങ്ങൾ ദുർവ്യയം ചെയ്യരുതേ, ദുർവ്യയം നടത്തരുതേ, ദൂർത്തടിക്കരുതേ. തീർച്ചയായും ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. കാനൂ ഇഖ്വാന ശയാത്തീൻ, പിശാചുക്കളുടെ സഹോദരങ്ങളാണ് അവരെന്ന് വിശുദ്ധമായ ഖുർആൻ. പണത്തിന്റെ പളവളപ്പ് കാണിക്കുന്ന ആളുകൾ അവരാരാണ്? പിശാചിൻ്റെതാകുന്ന
സഹോദരങ്ങളാണ്. അള്ളാഹ് പറയാൻ, അള്ളാഹു നിനക്കൊരു പേരിട്ടുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എത്ര ആഭാസമാണ് ഈ കാണിക്കുന്നത്. എന്നിട്ടൊരു ഫ്ലക്സ് ബോർഡ് അടിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ചെറുപ്പത്തിലേ ഉള്ളതാകുന്ന മുഖഭാവമാണ്. അവന്റെ ശരീരത്തിലേക്ക് ഒരു കോഴിയുടേതാകുന്ന രൂപം കൊടുത്തിട്ട് പെണ്ണിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയും ഫ്രെയിം ചെയ്തുകൊണ്ട് കല്യാണത്തിന്റെ ദിവസം കൊണ്ടുവന്ന് ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൂട്ടുകാരുടെ വക സമ്മാനമായി കൊടുക്കുകയാണ്. ആഭാസങ്ങൾ കാണിക്കുന്നതിനില്ലയോ ആള് ആഖിറത്തിൽ ഹിസാബുണ്ടെന്നുള്ള കാര്യം എന്തേ ചെറുപ്പക്കാരാ നീ മറന്നു പോകുന്നത്? വലാ തനാബസൂ ബിൽ അൽഖാബ്, ഇരട്ട പേരുകൾ ഇട്ടുകൊണ്ടവരെ നിങ്ങൾ വിളിക്കരുതേ, അത് പാടില്ലാത്തതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ചക്കൻ കല്യാണമൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് നിൽക്കാൻ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ എടാ മറ്റവനേന്നൊരു വിളി. ഓർക്കുമ്പോൾ പഴയ ഇരട്ടപ്പേനവിടെ പെണ്ണുമ്പിള്ളയായിട്ട് നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിക്കല്ലേ എന്നൊക്കെ കൈകൊണ്ട് കാണിക്കും. ഒന്നുകൂടി അപ്പൊ ഇവൻ വഷളാകുന്നുണ്ടെന്ന് അറിയുമ്പോൾ അടുത്തോട്ട് വന്നിട്ട് നമ്മുടെ ആളാ കേട്ടാ, പണ്ട് നമ്മളെ സ്കൂളിൽ എന്തൊക്കെയായിരുന്നു പഠിച്ച. അപ്പൊ പെണ്ണുങ്ങൾ എന്തായിരുന്നു എല്ലാ ഇരട്ടപ്പേരും വെളിപ്പെടുത്തി ആൾക്കാരുടെ മുന്നിൽ വഷളാക്കുന്നു. ഫ്ലക്സ് ബോർഡുകൾ അടിച്ചിട്ട് കല്യാണത്തിന്റെ ദിവസം കൊണ്ടുപോയി വെക്കുന്നു. കോഴിയുടെ തലയും ഇവന്റെ ഒരു ആനയുടെ ഉടലും എന്നിട്ട് എഴുതി വെച്ചിരിക്കുക, ഇതാണ് പുതിയ മാപ്പിള, അവന്റെ പേര് തയ്യം ചെയ്തു കൊടുക്കാൻ. നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. എങ്ങനെ ചെയ്യാതിരിക്കും ഉസ്താദെ? ഇവൻ കഴിഞ്ഞ ആഴ്ച വേറൊരുത്തന്റെ കല്യാണത്തിന് കയറിയിരിക്കുക, എവിടെ മണിയറ കയറി കയ്യേറിയിരിക്കുക. അങ്ങനത്തെവനാ ഇപ്പം പിറ്റേത്തെ ആഴ്ച പുതിയ പ്ലേ വന്നു. പിന്നെ പിള്ളേരെങ്ങനെ ചെയ്യാതിരിക്കും? ഇവൻ ഇതിനേക്കാൾ വലിയ ഗുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മണിയറ കയ്യേറിയ കൂട്ടരാൻ ഇത്തേ ആഴ്ച അവന് പണി കൊടുക്കണ്ടേ? ഇതിങ്ങനെ തർത്തീബായിട്ട് ഈ സമൂഹം ഇതൊക്കെ നിർത്തലാക്കണ്ടേ? ഇതൊക്കെ മഹല്ല് സംവിധാനങ്ങൾ കർശനമായിട്ട് ഒഴിവാക്കണം, ശക്തമായിട്ട് എതിരിടണം. ആ വിഷയങ്ങളൊക്കെ സമുദായത്തെ സമുദ്ധരിക്കണം. മഹല്ലുകൾ ആഭാസങ്ങളായി കൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർ മുഴുവൻ തെമ്മാടികളായി കൊണ്ടിരിക്കുന്നു, റൗഡികളായി കൊണ്ടിരിക്കുന്നു. ഉലമാക്കളെ കയ്യേറ്റം ചെയ്യുന്ന, ഉലമാക്കളുടെ വാക്കുകൾ തൃണവൽക്കരിക്കുന്ന മോശപ്പെട്ട വക്താക്കളായി സമുദായം മാറിയിരിക്കുന്നു. അവരുടെ വാക്കുകളെ തൃണവൽക്കരിക്കുക. ഒന്നിരാകുന്ന തഴവ ഉസ്താദ് 26 വർഷമായി വഫാത്തായിട്ട് അതിനും 20 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചാൽ മവാഹിബുൽ ജലിയയിലൂടെ കറാമത്ത് എന്നോണം 46 വർഷങ്ങൾക്ക് മുമ്പ് ക്രോഡീകരിക്കപ്പെട്ട മവാഹിബുൽ ജലിയയിലൂടെ ലോകരെ പാടി പഠിപ്പിക്കുകയാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്. പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. കറാമത്തിന്റെ എഴുത്തല്ലയോ ഇത്? ഇന്നുള്ളതാകുന്ന സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ എഴുതുകയാണ്. പണമുള്ളവൻ പേക്കോത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. 20-21 വയസ്സിലേക്ക് എത്തിയതാകുന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് വിവാഹം കഴിക്കാൻ വാപ്പ തയ്യാറാകുമ്പോ ആ വാപ്പ മക്കളെ കല്യാണം ജനങ്ങൾക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ സമ്പത്തിന്റെ ആധിക്യം ജനങ്ങൾ അറിയട്ടെ എന്ന നിലയ്ക്കുള്ളതാകുന്ന കല്യാണമാണ്. ആഭാസങ്ങളായി കാണിച്ചു കൊടുക്കുകയാണ്. അതിന് പല നിറാണ്, പച്ച, മഞ്ഞ, ചുവപ്പ്, പല രീതിക്കുള്ളതാകുന്ന വസ്ത്രവിധാനാണ്. 80 കഴിഞ്ഞ കാക്ക ഇപ്പൊ കുഴിയിലോട്ട് എടുക്കും. വല്യുപ്പയാണ് മഞ്ഞക്കിളി, മഞ്ഞ ഡ്രസ്സ് ഇട്ട് ട്രൗസറും ഒക്കെ ഇട്ടുണ്ട് വീട് വാതിക്കെ നിൽക്കുക. ഇതെന്താ ഉസാദെ? അത് നമ്മളെ ഇന്ന് മഞ്ഞ കല്യാണം.
ഓഡിറ്റോറിയത്തിലോട്ട് പോകാൻ റെഡി ആയിക്കോ. യോയോ അല്ലാഹു മലക്കാക്കട്ടെ. ഇങ്ങനെ ഇപ്പൊ മരിച്ച ഇപ്പൊ ഖബർ അവിടെ കാത്തിരിക്കുക, മൂപ്പര് ഇവിടെ റെഡിയാകുക, യോയോ കളിച്ചോണ്ടിരിക്കുക. 80 കഴിഞ്ഞ് ട്രൗസർ ഇട്ടോണ്ടിരിക്കുക, മഞ്ഞക്കളി. അല്ലാഹു മലക്കാക്കട്ടെ. ഇത് പറയാതിരിക്കുന്ന എങ്ങനെയാ? വല്യുപ്പാക്ക് വരെ ഇട്ട് കൊടുത്തിരിക്കുക. എന്നാ അന്നത്തെ ദിവസം കൊണ്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനടുത്ത ദിവസം പച്ച ഇട്ടോണ്ടിരിക്കുക, പച്ച ട്രൗസർ ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഓരോ ദിവസവും ഓരോ കോപ്രായ. ഇതിനൊക്കെ ഈ സമുദായം വളം വെച്ചു കൊടുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൽ ബറക്കത്തു മഅൽ അകാബിർ, പ്രായമുള്ളവരിലാണ് എന്റെ സമുദായത്തിൽ ബറക്കത്തെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രായമേറെയുള്ള താടി നരച്ച തലമുടി നരച്ചതാകുന്ന പ്രിയപ്പെട്ട സമുന്നതരായ തേവലക്കരയിലുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദിനെ ഓർമ്മപ്പെടുത്താനുള്ളത് 1400 വർഷം മുമ്പ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ വാക്യമാണ്, അൽ ബറക്കത്തു മഅൽ അകാബിർ, പ്രായമുള്ളവരിലാണ് ബറക്കത്തെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ബറക്കത്ത് അന്വേഷിച്ചുകൊണ്ട് അങ്ങാടികൾ നിങ്ങൾ ഉലയണ്ട. നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ കരിപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രായാധിക്യം ചെന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയിലുണ്ട് ബറക്കത്തെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയും ഉപ്പയും വേഷം കെട്ടിച്ച് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളൊക്കെ ഇറക്കുന്ന ചെറുപ്പക്കാർ ജാഗ്രത. നാളെ നിങ്ങൾക്ക് കത്തിച്ചൊലിക്കുന്ന നരകം അല്ലാഹു സമ്മാനിക്കും തുനിശ്ചിതമാണ്. നിങ്ങൾ ഈ ദീനിനെ കളങ്കപ്പെടുത്തി ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ബറക്കത്ത് നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞു. അവരുടെ ആത്മീയത നിങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. നാളെ ആഖിറത്തെ ഹിസാബ് ഉണ്ടാകും. ഇത് ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാര് നല്ലതുപോലെ മാറി ചിന്തിക്കും. ആത്മീയപരമാകുന്ന ഉയർച്ചയ്ക്ക് നിദാനമാകുന്ന എന്തും ചെയ്തോ. തലേന്നൊരു ബുർദ വെച്ചു, 2-3 മുത്തഅല്ലിങ്ങളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല മദ്ഹ്, അതും ഇഫ്രാത്തും തഫ്രീത്തും ഇല്ലാത്ത നിലയ്ക്ക് നല്ല വൃത്തിയായിട്ടുള്ള മദ്ഹ് ചൊല്ലി. ഇശലുകളൊക്കെ ചൊല്ലുമ്പോൾ മറ്റ് രാഗങ്ങളിലേക്കൊന്നും പോകാതെ വൃത്തിയായിട്ട് നല്ല മനോഹരമാകുന്ന നിലയ്ക്ക് ബുർദ ചൊല്ലുന്ന മക്കളുണ്ടല്ലോ നമുക്ക്. അവരെ കൊണ്ട് തലേ ദിവസം നല്ലൊരു മദ്ഹ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിക്കാം. അതെല്ലാവരും ഒരു മഗ്രിബ് കഴിഞ്ഞ് തുടങ്ങട്ടെ, ഇശാ ആവുമ്പോൾ അത് അവസാനിക്കട്ടെ. ജമാഅത്തായി നിസ്കരിച്ച് വന്നതിന് ശേഷം ഖത്തീബ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ദുആ, അൽഹംദുലില്ലാഹ്, എത്ര ഭംഗിയാണ്. അത് കഴിഞ്ഞ ഉടനെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ വിതരണം ചെയ്യാം. എത്ര റാഹത്തായി. ഇത് വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗരിമ പറയാൻ. മുമ്പ് കല്യാണത്തിന് വരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണങ്ങൾക്ക് നടത്തി ആ ബന്ധം പുതുക്കാനാണ്. ഇന്ന് കല്യാണത്തിന് വരുന്നത് പരസ്പരം മറ്റുള്ളവരെ സാരി കാണിക്കാനും വസ്ത്രം കാണിക്കാനും വേണ്ടിയിട്ടാണ്. ഇന്ന് വരുന്ന അങ്ങനെയാണല്ലോ. ഓരോ ദിവസം തലേന്ന് വേറെ ഡ്രസ്സ്, അടുത്ത ദിവസം വേറെ ഡ്രസ്സ്. ഇത് ഇന്നലെ ഇട്ടല്ലേ, അല്ല ഇത് വേറെ വെറൈറ്റി സാധനമാണ്. ഇത് സ്റ്റുഡിയോന്ന് എടുത്തതാണ്. അപ്പൊ ഇന്നലെ എടുത്തോ, ഇത് ഇന്നലെ വേറെ സാധനം, ഇന്നലെ അപ്പുറത്തുനിന്ന് എടുത്തതാണ്. കട പറയണ്ട, കട പറഞ്ഞവർക്കൊക്കെ പരസ്യമായി പോകും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഇങ്ങനെ ഓരോ കടകളിൽ കയറിയിട്ട് അവിടെ ഇവിടെ എടുത്തതിന്റെ കഥ പറയുക. കയ്യിലണിഞ്ഞിരിക്കുന്നത്, കാതിലണിഞ്ഞിരിക്കുന്നത്, ചെവിയിലിട്ടിരിക്കുന്ന കടുക്കാൻ, ഓരോന്നിന്റെ കഥ പറഞ്ഞിട്ട് സമയം കളയുന്നതല്ലാതെ ഇതിങ്ങനെ ഗരിമ കാണിക്കാനല്ലാതെ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പുതുക്കാൻ ആർക്കാ ഇവിടെ നേരം? എത്ര നിസ്കാരങ്ങളാണ് ഇതിന്റെ പേരിൽ കളവാക്കി കളഞ്ഞത്, നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഒരു കല്യാണം കൊണ്ട് വന്ന മാസങ്ങളായി നിസ്കരിച്ചിട്ട് അതിന്റെ പിന്നിൽ പുട്ടിയിട്ടിരിച്ചിരിക്കുകയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച എടുക്കും, ബ്ലേഡ് വെച്ച് വരിഞ്ഞാലേ ഉള്ളൂ യഥാർത്ഥ കളറിലേക്ക് എത്തുള്ളൂ. അപ്പോഴേ പിന്നെ ഒളു എടുക്കാൻ പറ്റുള്ളൂ. മറ്റേ ഒളുവിന്റെ വെള്ളം പിടിക്കൂല, ആ കോലത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് അതിന്റെ നിസ്കാരങ്ങളൊന്നുമില്ല, പുതിയാപ്പിളയില്ല, പുതിയ പെണ്ണുമില്ല. മിക്ക ആളുകൾ അതൊക്കെ ഒഴിവാണ്. കല്യാണത്തിന് മുമ്പ് ചില പുതിയാപ്പിളമാര്, കല്യാണ ചെക്കന്മാരൊക്കെ എന്ത് ചെയ്യും, പള്ളിയിൽ കറക്റ്റ് ആയിട്ട് വരും. എന്തിനാ? ഖത്തീബ് ഉസ്താദിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ. ആരെങ്കിലും ചോദിച്ചാൽ അവൻ അടിപൊളി കേട്ടോ, പക്കാണ്. കല്യാണം കഴിഞ്ഞ് പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ശവമഞ്ചമായിട്ട് വീട്ടിൽ പോകണം, അപ്പോഴേ ഇനി വരുവുള്ളൂ. അതിൽ കയറിയിട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ അവസ്ഥ അതാണ്. ദീനമായിട്ടുള്ള ഒരു കടമയില്ല, ഒരു കടപ്പാടുമില്ല. ഫനായി ഫസാദും പറയാൻ മുൻപന്തിയിലാണ്. 10 പേര് കൂടുന്നിടത്ത് നമുക്ക് എപ്പോഴും ഫനാ പറയാനാണ് നേരം. പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു, ഞാൻ നിസ്കാരം കഴിഞ്ഞ് വൃത്തിയായിട്ട് ഇറങ്ങി പോവോ? ഇല്ല, പള്ളിയുടെ മുന്നേ കോലായിലിരുന്നിട്ട് അങ്ങനെ കഥ പറയാ. ഫനായി ഫസാദിന് കിതാബ് ഹാജിയാരെടുത്തു കൊടുക്കും. ഏറ്റവും വലിയ പ്രമുഖ മുദരിസാ മൂപ്പര് ഹാജിയാര്. 2 കിതാബെങ്കിലും ചുരുങ്ങിയതെടുക്കും, ഒന്ന് ഫനായുടെയും മറ്റൊന്ന് ഫസാദിന്റെയും. 8 മണി വരെ തൊട്ടടുത്തിരിക്കുന്ന ചായക്കടയിൽ പോയിരുന്ന് നാട്ടുകാരെ കുറിച്ചും ഉലമാക്കളെ കുറിച്ചും മുതഅല്ലിമീങ്ങളെ കുറിച്ചും സജ്ജനങ്ങളെ കുറിച്ചും നാട്ടിലുള്ള എന്തെല്ലാം കാര്യമുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ ഉതകുന്ന നിലയ്ക്ക് ഒരു ചായക്കടയും അതിന്റെ പരിസരത്തുണ്ടാവും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
ഞാനീ പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ ചിന്തിക്ക്. നമ്മുടെ എത്ര അമല നഷ്ടപ്പെടുത്തിയത്. സുബഹി നിസ്കരിക്കാൻ ചില ആളുകൾ പള്ളിയിൽ പോകുന്നത് തന്നെ നിയ്യത്ത് സുബഹി കഴിഞ്ഞിട്ട് ആ കടയിൽ പോയി 8 മണി വരെ ഇരുന്ന് കഥ പറയുക എന്നുള്ള നിയ്യത്താണ്. വെറുതെ പറയും, ഇത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. സുബഹി കഴിഞ്ഞ് ആ കടയിൽ പോയിരുന്നിട്ട് ഒരു 10 പത്രം വായിച്ച് 10 ഫനായെങ്കിലും പറയണം. അതിനുവേണ്ടി സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നു. അങ്ങനത്തെ ആളുകൾ വരെ ഈ സമുദായത്തിലായിപ്പോയി. സുബഹി നിസ്കരിക്കുന്നതിന്റെ മഹത്വവും ശ്രേഷ്ഠതയല്ല വലുത്, ശേഷമുള്ള കഥ പറച്ചിലാണ് വലുത് എന്ന് കരുതിപ്പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ അള്ളാഹു പറഞ്ഞത് എത്ര കറക്റ്റാണ്. കുത്തുവാക്കുകൾ പറയരുത്, മറ്റുള്ളവരെ പരിഹസിക്കരുത് എന്ന് ഖുർആനിലൂടെ അള്ളാഹു വിളംബരം ചെയ്തത് എത്ര കറക്റ്റാണ് നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട്. جاء رجل إلى رسول الله صلى الله عليه وسلم فقال يا رسول الله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട്, ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാ, ഔസിനി, എനിക്കൊരു ഉപദേശം നൽകുമോ റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ഉപദേശം നൽകുകയാണ്. ആഖിദം ബിലിസാനിഹി ബിയദിൽ ലൈസർ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, കുഫാങ്ക ഹാദാ കുഫാങ്ക ഹാദാ കുഫാങ്കാദാ, ഈ നാവിനെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാവ് ശ്രദ്ധിച്ചാൽ നിനക്ക് രക്ഷയാണ്, എനിക്കൊരു ഉപദേശം നൽകണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരൊറ്റ ഉപദേശം തേടിയ വ്യക്തിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിസ്കരിക്കണമെന്നല്ല, നോമ്പ് നോൽക്കണമെന്നല്ല, സകാത്ത് കൊടുക്കണമെന്നല്ല, ഹജ്ജ് ചെയ്യണമെന്നല്ല, ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നാവാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആളുകളെ കുറിച്ച് ഫനായും ഫസാദും പറയരുത്, ഉലമാക്കളെ കുറിച്ച് പറയരുത്, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച് പറയരുത്, പാവപ്പെട്ട മുഅ്മിനീങ്ങളെ കുറിച്ച് പറയരുത്, പാവപ്പെട്ട മുഅ്മിനാത്തുകളാകുന്ന സഹോദരിമാരെ കുറിച്ച് പറയരുത്, അയൽവാസികളെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, കൂട്ടുകാരെ കുറിച്ച്, സമൂഹത്തെ കുറിച്ച്, ഇതര സമുദായത്തെ കുറിച്ച്, ഒരാളെ കുറിച്ച് മോശത്തരം പറയാൻ മുസ്ലിമേ നീ ആളായവനല്ല. നിന്റെ നാവ് സൂക്ഷിക്കലാണ് ഏറ്റവും നല്ല ഉപദേശം ഞാൻ നൽകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം ലമ്മാ മർറ ബിഖൗമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോടായി പറഞ്ഞില്ലയോ, തഖല്ലലോ, നിങ്ങൾ പല്ലു കുത്തണേ സ്വഹാബ, പല്ലൊന്നു കുത്തണേ, പല്ലു കുത്തണേ. ഫഖാലൂ, ഉടനെ ഒന്നടങ്കം അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പറഞ്ഞു അത്രേ, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ തുഇന്നല്ലോ അല്ലാഹുവിന്റെ റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല റസൂലേ, ഒന്നും കഴിക്കാത്ത ഭുജിക്കാത്ത ഞങ്ങളോട് എന്ത് അർത്ഥത്തിലാണ് പല്ലു കുത്താൻ പറഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂടിയ സമൂഹത്തോട് പറയുകയാണ്, ഇന്നി ലഅറാ ലഹ്മ ഫുലാനിൻ ബൈന സനായാകും. സ്വഹാബ, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സ്വഹാബ, അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ, വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ, ഒരാൾ
ഒരാള് മറ്റൊരാളെ കുറിച്ച് അപരനെ കുറിച്ച് ദൂഷണം പറയരുതേ. അയുഹിബ്ബു അഹദുകും അയ്യഉകുല ലഹമ അഖീഹി മൈതാ. മരണപ്പെട്ടു പോയ ആളുകളുടേതാകുന്ന ശവം തിന്നാൻ മനുഷ്യ ജീവിച്ചിരിക്കുന്ന മാനവ നീ ഇഷ്ടപ്പെടുമോ? ഇല്ലാ ഫകരിഹ്തുമു. നിങ്ങളതിനെ ഇഷ്ടപ്പെടുക്കാത്തവരാണ്, നിങ്ങളതിനെ ഇഷ്ടപ്പെടാത്തവരാണ്, വെറുക്കുന്നവരാ. എന്നാൽ മറ്റൊരാളെ കുറിച്ച് ദൂഷണം പറയല്ലേ, പറയല്ലേ. സ്വഹാബ, നിങ്ങളോട് പല്ലിൻ്റെ കുത്താൻ ഞാൻ പറഞ്ഞത് മോശപ്പെട്ട കമന്റുകൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതായി നിങ്ങൾക്കിതാ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പാവപ്പെട്ടതാകുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ കാണുന്നുണ്ട് സ്വഹാബ. അതുകൊണ്ട് തഖല്ലലൂ, പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് വേഗം ആ സ്റ്റിക്ക് അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, മൊത്തം എടുത്ത് പോക്കറ്റ് ഇടണം. കാരണം എന്താ, 24 മണിക്കൂറും പല്ലു കുത്തേണ്ടി വരും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മട്ടനും ചിക്കനും ഒന്നും കഴിക്കണ്ട, അല്ലാതെ തന്നെ ഇവിടെ ഫനായും ഫസാദും പറയാനേ നേരെ ഉള്ളൂ നമുക്ക്. പള്ളിയും കൂടെ കയറി സ്കരിച്ചിട്ടും കൂടെ ഇറങ്ങുമ്പോൾ അപ്പൊ അത് അവിടെ ഇങ്ങനെ അത് ചെവി കൊടുക്കണം. ആചാർക്ക് അത് കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് ചെവി കൊടുത്ത് അതിന് 2 മറുപടിയും കൊടുക്കുമ്പോഴത്തേക്ക് നിസ്കാരത്തിന്റെ ഏകദേശം ഫളീലത്ത് തീരുമാനമായിട്ടുണ്ട്. 27 വട്ടം നിസ്കരിക്കുന്നതിനൊക്കെ അതിന് പള്ളി വരാതിരിക്കലായിരുന്നു ഏറ്റവും നല്ലത്. ഹാജിയാർ എല്ലാം ഹലാക്കായി. അള്ളാഹു മുളക്കാക്കട്ടെ. 10 ഹജ്ജ് ചെയ്തു, നിസ്കരിച്ചു എന്നുള്ളതിലല്ല, നിന്റെ നാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ മുഖം കുഴ്ത്തപ്പെട്ട നിലയ്ക്ക് കാണപ്പെടാൻ കാരണം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവ് ചെയ്തെടുത്ത പാപമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ 10 ഹജ്ജ് ചെയ്തു, ഒരു കാര്യമില്ല, കാലേ പിടിച്ച ഒരൊറ്റ ഏറാണ്. അല്ലാഹു മുളക്കാക്കട്ടെ. കളിക്കാൻ വരട്ടെ, ഹജ്ജ് ഉംറയൊന്നും ഒന്നുമല്ല. നിന്റെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകം അവർക്ക് ഉറപ്പാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹദീസാണിത്, ഞാൻ വെറുതെ ഇടുന്നില്ല. ഇല്ലാ ഹസായിദു അൽസിനതിഹിം, നാവ് കൊയ്തെടുത്ത പാപങ്ങളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കിയോ? ചെറിയ കാര്യമില്ല, ആവശ്യമില്ലാത്തത് പറയരുത്. നാവ് ശ്രദ്ധിച്ചോണം. നാവിനെയാണ് കടിഞ്ഞാനിടേണ്ടത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, 2 അവയവങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ. 2 അവയവങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1 താടിയല്ലുകൾക്കിടയിലുള്ള നാവാണ്, 2 തുടയല്ലുകൾക്കിടയിലുള്ളതാകുന്ന ജനനേന്ദ്രിയമാണ്. നാവിനെയും ജനനേന്ദ്രിയത്തെയും സൂക്ഷിച്ചാൽ സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മയ്യളമല്ലി മാ ബൈന ലിഹയൈഹി വമാ ബൈന ഫഖദൈഹി അളമല്ലഹുൽ ജന്ന സദഖ റസൂലുള്ളാഹി. താടിയല്ലിനിടയിലുള്ള നാവും തുടയല്ലിനിടയിലുള്ള ജനനേന്ദ്രിയവും ലൈംഗിക അവയവവും, ഈ 2 അവയവം കൊണ്ട് മനുഷ്യൻ സൂക്ഷ്മത വെക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അളുമല്ലഹുൽ ജന്ന, അവന് സ്വർഗം ഉറപ്പാൻ, ഞാൻ അവന് സ്വർഗം കൊണ്ട് ജാമ്യമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 2 അവയവം പറഞ്ഞുള്ളൂ, ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. ഇത് 2ലേക്കും കൊണ്ടെത്തിക്കുന്ന തെറ്റാണ് ഈ ലോകത്ത് നടക്കുന്നത് മുഴുവനും. തെറ്റും, ഏത് തെറ്റും ഉണ്ടെങ്കിലോ ഒക്കെ ഈ 2 അവയവങ്ങൾ കൊണ്ടുള്ളതാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എത്ര കുടുംബ ബന്ധങ്ങൾ തകർത്തു ഈ നാവ്, എത്ര അയൽപക്ക ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി ഈ നാവ്, എത്ര സമൂഹ ബന്ധങ്ങളെ തകർത്തെറിഞ്ഞു ഈ നാവ്. എത്ര ഉസ്താദുമാരോട്, എത്ര ഉലമാക്കളോട്, എത്ര ഉമറാക്കളോട്, എത്ര നാട്ടുകാരോട്, എത്ര കൂട്ടുകാരോട്, എത്ര സ്വന്തം ഭാര്യയോട്, സ്വന്തം മക്കളോട് പിണക്കം വരുത്തി വെച്ചു ഈ നാവ്. ചിന്തിക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഈ നാവ് നീ കരുതലോടുകൂടി ശ്രദ്ധിച്ച് മുന്നേറിയാൽ സ്വർഗമുറപ്പാൻ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. നാവ് ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ എന്നെ ഒന്ന് ഉപദേശിക്കുന്നു പറഞ്ഞപ്പോൾ നബി എന്താ പറഞ്ഞത്? ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ. ഹദീസിൽ കാണാം, ഇടത് കൈ കൊണ്ട് ഇങ്ങനെ നാവ് പിടിച്ചിട്ട് പറഞ്ഞു, ഡാ ഇത് ശ്രദ്ധിച്ചാൽ മതി സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നാവ് ശ്രദ്ധിക്കണം. അത് ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്താൻ കാരണമായി തീരും.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് റഅയ്തുൻ നാർ വറഅയ്തു ഫീഹാ ഇംറഅതാ മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനൻ നാർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് റഅയ്തുൻ നാർ, കത്തിജ്വലിക്കുന്നതായ നരകത്തെ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടുപോയി സ്വഹാബ. വറഅയ്തു ഫീഹാ ഇംറഅതാ, ആ നരകത്തിൽ ഒരു പെണ്ണിനെ ഞാൻ കാണുകയാണ്. മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനൻ നാർ, നരകത്തിലെ തൂണിനോട് അവളുടെ നാവിനെ അല്ലാഹു സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകളെ കൊണ്ട് നാവിനെ വലിച്ച് കെട്ടിയിരിക്കുകയാണ്. നരകത്തിലെ നടുക്കളത്തിലുള്ള തീജ്വാലകൾ പറത്തപ്പെട്ട തൂണിലേക്ക് നാവിനെ വലിച്ച് കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഫഖുൽതു ലിജിബ്രീൽ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് മൻ ഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ പെണ്ണ്? നരകത്തിന്റെ നടുക്കളത്തിലുള്ള തൂണിനോട് നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി പെണ്ണ് ഏതാണെന്ന് ചോദിക്കുമ്പോ ഫഖാല ലി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് മറുപടി നൽകി ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, നാവിന് നീളമുള്ള പെണ്ണാണ്. ദുനിയാവിൽ വെച്ച് വന്ന് ഫനായും ഫസാദും പറഞ്ഞു നടന്നവളാണ്. നാട്ടുകാരോട്, കൂട്ടുകാരികളോട്, അയൽവാസികളോട്, ബന്ധുക്കളോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും ഇല്ലായ്മയെ കുറിച്ചുമൊക്കെ വിളംബരം ചെയ്തതായ പെണ്ണാണ്. ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നരകത്തിലെ നടുവിലെ തൂണിനോട്, തീ കൊണ്ട് പടർത്തപ്പെട്ട തൂണിലേക്ക് നാവ് വലിച്ചു കെട്ടിയിരിക്കുന്നു. ഹദീസാണ് സയ്യിദുനാ റസൂലുള്ളാഹി. കേൾക്കുമ്പോൾ നമ്മളവർക്ക് ഈ നാവൊക്കെ എങ്ങനെ വലിച്ചു കെട്ടി, ഇതൊക്കെ വെറുതെ പറയുകയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ഇസ്രാ മിഅ്റാജിൽ കണ്ടത് പ്രവാചകൻ സ്വഹാബത്തിനോട് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതിലൊരു പെണ്ണിന്റെ നാവ് നരകത്തിലെ തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിലേക്ക് വലിച്ച് കെട്ടപ്പെട്ടതായി ഞാൻ കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആരാണ് ഈ പെണ്ണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഹാദിഹി ബദിയത്തുൽ ലിസാനി ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്, നാവിന് നീളമുള്ള പെണ്ണാണെന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. വീട്ടിൽ ചെന്നിട്ട് സ്കെയിലെടുത്ത് അളക്കണ്ട പെണ്ണുങ്ങൾ, ശ്രദ്ധിച്ചോ. നാവിന് നീളമുണ്ടോ, നമ്മുടെ നാക്കിന് നീളമുണ്ടോ നോക്കണ്ട. ഇതെന്താ പറഞ്ഞത്? ഫനായും ഫസാദും പറഞ്ഞു നടക്കാന്നർത്ഥം. 50 കൊല്ലമായിട്ട് ഭർത്താവ് ഒന്നിച്ച് ജീവിക്കാൻ, 49 കൊല്ലവും സുഭിക്ഷിതയാണ്. ഒരു കൊല്ലം, ഒരു ദിവസം എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അന്ന് എല്ലാം ഇട്ടെറിഞ്ഞു പോകും. അന്ന് പറയും ഇങ്ങളെ കൂടെ കൂടിയിട്ട് ഇന്ന് വരെ ഒരു ഹൈറും കിട്ടിയിട്ടില്ല, നിങ്ങൾ എന്ത് മണ്ണാങ്കട്ടയാന്ന്, നിങ്ങൾ അങ്ങോട്ട് വരെ എന്ത് കിട്ടിയിട്ട് തീർന്നു, അച്ചപ്പാടും വേണം. 10-20 കൊല്ലമായിട്ട് നല്ല റാഹത്തുള്ള ജീവിതമാണ്, എല്ലായിടത്തും പോകും. അല്ലെ, വെള്ളക്കുഴി പോയി നിൽക്കുന്നത് കണ്ട്, അവിടെ കണ്ടില്ല, അവിടെ കൊല്ലത്തൊരു വെള്ളക്കുഴിയുണ്ട്, അവിടെ പോയിരുന്നിട്ട് സെൽഫി, ചാകാറായി കിടക്കുന്ന ടീമൊക്കെ അങ്ങോട്ട് പോവുക. അള്ളാഹു മുളക്കാക്കണം. ഈ അടുത്തൊരു വണ്ടിക്കോട് ഞാൻ ചോദിച്ചാൽ എവിടെ പോവാ, ഞങ്ങൾ ഫാമിലി തന്നെ അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പോകും. എന്ത് ആട്ടെ, അള്ളാഹു ബർക്കത്ത് ശരിയാട്ടെ. തൊട വരെ വെള്ളത്തിൽ നിന്നിട്ട് റാഹത്തായിട്ട് ഒരു ചായയും കുടിച്ച് ജ്യൂസും കുടിച്ചിട്ട് തിരിച്ചു വരിക. കുടുംബജീവിതം ബർക്കത്ത്. മനസ്സിലായില്ലേ? സ്ഥലം മനസ്സിലായില്ലേ? പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് 10 ആളെ കൂടെ ഇറക്കണ്ട എന്ന് പറയാൻ പേടിയാണ്, നാളെ തന്നെ പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മൾ അടിച്ചു പൊളിക്കുകയാണല്ലേ റാഹത്താകുക, എല്ലാ ദിവസവും അടിച്ചു പൊളിക്കണം. അങ്ങനെ ആയിപ്പോയി ഇന്നത്. അങ്ങനെ വേണ്ട, അങ്ങനെ ഒരു ജീവിതവും ഇല്ല. എന്നാൽ മാസത്തിലൊന്നെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോകണം. നമ്മൾ ചില കാര്യങ്ങൾ പാശ്ചാത്യരെ കണ്ടുപഠിക്കണം. 3 കാര്യങ്ങൾ അവരിൽ നിന്ന് പാഠം പഠിക്കാനുണ്ട്. പാശ്ചാത്യരായ ആളുകൾ സായിപ്പ് മദാമിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ ഉസ്താദെ? ഉണ്ട്. 3 കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. ഏതാ? 1, അവർ നല്ല യാത്ര പോകും. വർഷത്തിലിടയ്ക്ക് നല്ല യാത്ര പോകും. നമ്മൾ പൈസ ഇങ്ങനെ അട്ടിക്കടിച്ച് തലയണക്കടി വെച്ചിട്ട് അല്ലാത്ത പോകാത്തിന് അവസാനം ചത്ത് ഹലാക്കായി. ഒരു മനുഷ്യനും ഒരു ഗുണവും ഇല്ല, എങ്ങോട്ടും യാത്രയില്ല.
ഒരു ഹജ്ജിനും പോകൂല, ഉംറയ്ക്കും പോകൂല, ഒന്നുമില്ല, പൈസ ഇങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കുക. അന്ന് ആർക്കെങ്കിലും സക്കാത്ത് കൊടുക്കുമോ? അതുമില്ല. എല്ലാം കറക്റ്റ്, എല്ലാം ഇങ്ങനെ പൈസ ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിരിക്കുക. പൈസ ഉള്ളവർ ഇഷ്ടം പോലെയുണ്ട്. കരുനാഗപ്പള്ളിക്കാർ ആർക്കാ കാശില്ലാത്ത? കേരളത്തിൽ ഏറ്റവും കാശുള്ള ആളുകൾ ഞാൻ പറയുന്നത് കരുനാഗപ്പള്ളിക്കാരൻ തന്നെയാണ്. കാശുണ്ട്, ഇറക്കാൻ അള്ളാഹ് കട്ടിക്കടിക്കണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ.